ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1ാം ക്ലാസ്സിലെ മാത്സിലെ 8ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ജിംഗ്ലിംഗ് കോയിൻസ്. അപ്പോൾ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സൊക്കെ വേണമെങ്കിൽ ഒന്ന് ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. മറ്റ് സബ്ജക്റ്റ് വേണമെങ്കിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ക്ലാസ് മക്കൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കരുത് കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ എന്താണ്? കോയിൻ എക്സിബിഷൻ ആണല്ലേ. നിങ്ങളൊക്കെ എങ്ങനെ കോയിൻ ശേഖരണമൊക്കെ ഉള്ള കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഇവിടെ കുറച്ച് കുട്ടികൾ കോയിൻ എക്സിബിഷൻ കാണാൻ പോയതാണ് കേട്ടോ. അനു ആൻഡ് ജിത്തു വെന്റ് ടു സീ വില്ലേജ് ഫെസ്റ്റ്. അനുവും ജിത്തുവും കൂടെ വില്ലേജ് ഫെസ്റ്റ് കാണാൻ പോയി. ദേ റീച്ച്ഡ് ദ കോയിൻ എക്സിബിഷൻ റൂം. അവർ കോയിൻ എക്സിബിഷൻ നടക്കുന്ന റൂമിലെത്തി. സർക്കിൾ ദീസ് യു ഹാവ് സീൻ. അപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള കോയിൻസിന് സർക്കിൾ വരയ്ക്കുക കേട്ടോ, വട്ടം വരയ്ക്കുക. ആർ ദ 50 rupee നോട്ട്സ് ആൻഡ് ദ 100 rupee നോട്ട് ഓഫ് ദ സെയിം സൈസ്. അപ്പോൾ നിങ്ങൾ നോക്കുക, 50 രൂപേൻ്റെ നോട്ടുകൾ, 50 റുപ്പിയുടെ നോട്ടും 100 റുപ്പീൻ്റെ നോട്ടും സെയിം ആണോ വലിപ്പം എന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. പുട്ട് 1 over the other ആൻഡ് ചെക്ക്. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഡു ദിസ് വിത്ത് അതർ നോട്ട്സ് ഓൾസോ. അങ്ങനെ എല്ലാ നോട്ട്സും ഇപ്പോൾ 10-ൻ്റെതും 20-ൻ്റെതും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരേ വലിപ്പമാണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ദേ റീച്ച്ഡ് ദ ഐസ്ക്രീം ബൂത്ത്. അങ്ങനെ അവർ ഐസ്ക്രീം കടയുടെ അടുത്തെത്തി. ബോത്ത് ബോട്ട് ഐസ്ക്രീം. രണ്ടുപേരും ഐസ്ക്രീം വാങ്ങി. പ്രൈസ് ഓഫ് 1 ഈസ് 15 rupees. ഒരു ഐസ്ക്രീമിന് എത്രയാണ് മക്കളെ? 15 രൂപയാണ്. 15 റുപ്പിയാണ് അല്ലേ. അനു ഗേവ് 3 നോട്ട്സ്. അനു എത്ര നോട്ട്സാണ് കൊടുത്തത്? 3 നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഏതാ ചിത്രം കാണിച്ചാൽ കണ്ടോ? എത്ര രൂപയുടെ നോട്ടാണ്? 5ൻ്റെ നോട്ടാണല്ലേ. അപ്പോൾ 5 + 5 എത്രയായി? 10 ആയി. 10നോട് പിന്നെയും ഒരു 5 പ്ലസ് ചെയ്യുമ്പോൾ 15 ആയില്ലേ. അപ്പോൾ ഹൗ മച്ച് ഡിഡ് അനു ഗീവ്? എത്ര രൂപയാണ് അനു കൊടുത്തത്? 15. ജിത്തു ഗേവ് 2 നോട്ട്സ്. ജിത്തു കൊടുത്തത് 2 നോട്ട്സ് ആണ്, 2 നോട്ടുകളാണ്. വിച്ച് ഓൾ നോട്ട്സ് മേക്ക് 15 rupees. ഏതൊക്കെ നോട്ടുകൾ കൊടുത്തപ്പോഴാണ് 15 rupees ആയത്? 15 എന്ന് പറയുമ്പോൾ 2 എണ്ണേ ജിത്തു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 10ഉം ഒരു 5ഉം കൊടുത്താൽ 15 ആയില്ലേ. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ജയൻ്റ് വീലിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് 20 rupees ആണല്ലേ. അപ്പോൾ ജിത്തു എന്താ ചോദിക്കുന്നത്? ഹൗ അബൌട്ട് എ റൈഡ് ഇൻ ദ ജയൻ്റ് വീൽ? നമുക്ക് ജിയാൻ വീലിൽ കയറിയാലോ എന്ന് ചോദിക്കുകയാണ് ജിത്തു. അപ്പോൾ അനു പറയാണ്, ഐ ആം എ ബിറ്റ് എഫ്രൈഡ് ബട്ട് ഐ വിൽ കം. എനിക്ക് പേടിയാണ്, പക്ഷെ ഞാനും വരാം എന്നല്ലേ. ദീസ് ആർ ദ നോട്ട്സ് അനു ഹാസ് ഇൻ ഹെർ പേഴ്സ്. അനുവിൻ്റെ പേഴ്സിലുള്ള നോട്ടുകളാണിവ. ഏതൊക്കെ നോട്ടാ മക്കളെ ഉള്ളത്? 10ൻ്റെതുണ്ട്, 5ൻ്റെതുണ്ട്, 2ൻ്റെതാണ് ഉള്ളത്. ഈസ് ദിസ് ഇനഫ് ടു ബൈ 1 ടിക്കറ്റ് ഫോർ ദ റൈഡ്? അപ്പോൾ അവിടുത്തെ ഒരു ടിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ പൈസ തികയോ? ഇത് എല്ലാം കൂടെ എത്ര രൂപയാണ് ഉള്ളത്? 10ഉം 5ഉം 15. 15നോട് 2 കൂട്ടുമ്പോൾ 17 ആണല്ലേ. അപ്പോൾ എത്ര രൂപയും കൂടെ വേണം? 18, 19, 20 അല്ലേ. അപ്പോൾ 3 rupees കൂടെ വേണം. ജിത്തു പെയ്ഡ് ദ ബാലൻസ്. ബാലൻസ് ഉള്ള തുക ജിത്തു കൊടുത്തു. ജിത്തു പെയ്ഡ് ഇൻ കോയിൻസ്. അവന് കോയിൻസ് ആയിട്ടാണ് കൊടുത്തത്. വാട്ട് ഓൾ കോയിൻസ് ഡിഡ് ജിത്തു ഗിവ്? ഹൗ മെനി ഓഫ് ഈച്ച് ക്യാൻ യു ഫൈൻഡ് ഇറ്റ്? ഏതൊക്കെ നാണയങ്ങൾ എത്ര എണ്ണം വീതമാണ് ജിത്തു കൊടുത്തത്? 1 rupeesൻ്റെതാണെങ്കിൽ 3 ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 1 rupeesഉം ഒരു 2 rupeesൻ്റെയും കോയിൻ ആയിരിക്കും അല്ലേ. അങ്ങനെ അവർ ടിക്കറ്റ് കൗണ്ടറിലെത്തി. അപ്പോൾ 2 കുട്ടികൾ അവിടെ ചോദിക്കുകയാണ്, 2 ആൾക്ക് ടിക്കറ്റ് വേണു, എത്ര പൈസ ആയിക്കൂ? അപ്പോൾ പെൺകുട്ടി എന്താ പറയുന്നത്? എണ്ണ കയ്യിൽ 20 ഉറുപ്പിയേ ഉള്ളൂ എന്ന്. അപ്പോൾ അയാൾക്ക് മനസ്സിലാവാതെ വാട്ന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ ജിത്തു പറയാണ്, ദേ വാണ്ട് ടിക്കറ്റ്സ് ഫോർ 2. ഹി ഈസ് ആസ്കിങ് ഹൗ മച്ച്. അവർക്ക് 2 ടിക്കറ്റ് വേണം. അപ്പോൾ എത്ര രൂപയാവും എന്ന് അവർ ചോദിക്കുകയാണ് എന്ന്. അപ്പോൾ മറ്റേ കുട്ടി എന്താ പറയുന്നത്? ഷി ഹാസ് ഓൺലി 20 rupees വിത്ത് ഹെർ. അവരുടെ കയ്യിൽ 20 രൂപയേ ഉള്ളൂ, 20 rupees മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ അവർക്ക് 4 പേർക്കും കയറണമെങ്കിൽ 4 20 വേണ്ടേ, 4 20 വേണ്ടേ. ഇപ്പോൾ 4 20 rupees ആവുമ്പോൾ എത്രയായി? 80 rupees ആയില്ലേ. അടുത്തത് ലെറ്റസ് കാൽക്കുലേറ്റ് ദ പ്രൈസ്. അപ്പോൾ വില കണക്കാക്കാം കേട്ടോ. ഇവിടെ
പ്രൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഐറ്റം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പ്രൈസും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് എന്താണ്? ക്രയോണിന് എത്ര രൂപയാ? 5 റുപ്പീസാണ്. വാട്ടർ കളറിന് 10 റുപ്പീസ്, എറേസറിന് 2 റുപ്പീസാണ്. ആദിത്യ ബോട്ട് ക്രയോൺ, വാട്ടർ കളർ ആൻഡ് എറേസർ. ആദിത്യ ഇത് 3 വാങ്ങി. ടോട്ടൽ പ്രൈസ് ഓഫ് ദിസ് 3, അപ്പോൾ 3 കൂടെ ആദിത്യക്ക് എത്ര രൂപയായി? 10 + 5 + 2 എത്രയാ? 17. വിച്ച് നോട്ട്സ് ആൻഡ് കോയിൻസ് ഡിഡ് ആദിത്യ ഗിവ്? ആദിത്യ ഏത് നോട്ടും കോയിനും ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? 10ഉം 5ഉം 2 ആയിരിക്കും അല്ലേ? മനു ബോട്ട് ക്രയോൺ ആൻഡ് എറേസർ. ഹൗ മച്ച് ഷുഡ് ഹി പേ? അപ്പോൾ മനു വാങ്ങിയത് ക്രയോണും എറേസറുമാണ്. അപ്പോൾ അവൻ എത്ര രൂപയാവും? ക്രയോണിന് 5 റുപ്പീസാണ്, എറേസറിന് 2 റുപ്പീസാണ്. അപ്പോൾ 5 + 2 എത്രയാ മക്കളെ? 7 ആണ്. വിച്ച് നോട്ട്സ് ആൻഡ് കോയിൻസ് ഡിഡ് ഹി ഗിവ്? ഏതൊക്കെ നോട്ടും കോയിനുമാണ് മനു കൊടുത്തിട്ടുണ്ടാവുക? 5ൻ്റെ നോട്ടും 2ൻ്റെ കോയിനും ആയിരിക്കും അല്ലേ? 5, 2. അടുത്തത് നോട്ട്സ് ടു കോയിൻസ്. നോട്ടുകൾ നാണയമാക്കാം. അനു, ജിത്തു, ആയിഷ, മുരുകൻ ആൻഡ് തോമസ് ചേഞ്ച്ഡ് ദെയർ നോട്ട്സ് ടു കോയിൻസ്. അപ്പോൾ ഇവരൊക്കെ എന്താണ്? അവരുടെ നോട്ടുകൾ കോയിൻസ് ആക്കി മാറ്റി. What all took coins for the same amount as notes? Let's write their names. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്സിന് അതേ സെയിം ആയിട്ട് കോയിൻസ് എടുത്തത് ആരൊക്കെയാണെന്ന് പേരുകൾ എഴുതാനാണ് കേട്ടോ. അനു 1ൻ്റെ കോയിനും 2ൻ്റെ കോയിനും പിന്നെ ഒരു 2 എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5. അപ്പോൾ അനുവിൻ്റെത് എത്ര രൂപയായി? അപ്പോൾ അനുവിൻ്റെത് സെയിം ആയില്ലേ? 10 തന്നെയായി. അപ്പം മുകളിൽ അനുവിൻ്റെ പേര് എഴുതാം. ആയിഷ എടുത്തത് ഏതൊക്കെ കോയിൻസാണ്? 20 റുപ്പീസാണ് ആയിഷ മാറ്റിയത്. ഏതൊക്കെ എടുത്തിട്ടുള്ളത്? 1 എടുത്തിട്ടുണ്ട്, 2 പ്രാവശ്യം 2 എടുത്തിട്ടുണ്ട്, പിന്നെ 5, 10. അപ്പോൾ എത്രയായി? 20 ആയില്ലേ? അപ്പോൾ ആയിഷയുടേതും സെയിം ആണ്. അടുത്തത് ജിത്തുവിൻ്റേത് 1, 1, 2, 2. അപ്പോൾ അവന് മാറ്റുന്നത് 5 റുപ്പീസാണ്. അപ്പോൾ സെയിം ആണോ? അല്ല അല്ലേ? 6 റുപ്പീസ് കോയിനായിട്ടുണ്ട്. ഇനി മുരുകൻ 10 റുപ്പീസാണ് മാറ്റിയിട്ടുള്ളത്. ഏതൊക്കെ കോയിനാണ് എടുത്തിട്ടുള്ളത്? 3 പ്രാവശ്യം 1 എടുത്തിട്ടുണ്ട്, പിന്നെ 2 4 പ്രാവശ്യം എടുത്തിട്ടുണ്ട് അല്ലേ? 4 times 2 എടുത്തിട്ടുണ്ട്, 3 times 1 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 11 ആയിട്ടുണ്ട്. അപ്പോൾ അതും സെയിം അല്ല. ഇനി തോമസ് എടുത്തിട്ടുള്ളത് 20 ആണ് തോമസ് മാറ്റിയിട്ടുള്ളത്. ഏതൊക്കെ കോയിൻസാണ് എടുത്തിട്ടുള്ളത്? 1ൻ്റെ കോയിൻസ് 2 times എടുത്തിട്ടുണ്ട്, പിന്നെ 2ൻ്റെ കോയിൻസ് 3 times എടുത്തിട്ടുണ്ട്, 5ൻ്റെ കോയിൻസ് 2 times എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 18 ആണ്. അതുകൊണ്ട് തന്നെ അതും സെയിം അല്ല. അടുത്തത് ടു ദ ഷോപ്പ്, കടയിലെത്തി. അപ്പോൾ ഇവിടെ ഒരു പ്രൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഐറ്റം എന്താണ്? പെൻസിൽ, പെന്ന്, നോട്ട് ബുക്ക്. പെൻസിലിൻ്റെ പ്രൈസ് 5 റുപ്പീസാണ്, പെന്നിന് 10 റുപ്പീസാണ്, നോട്ട് ബുക്കിന് 20 റുപ്പീസാണ്. രൂപേഷ് വെൻ ടു ദ ഷോപ്പ് വിത്ത് ഹിസ് സൺ. രൂപേഷ് അയാളുടെ മകൻ്റെ കൂടെ കടയിലെത്തി. ദേ ബോഡ് എ പെൻ ആൻഡ് എ പെൻസിൽ. ഒരു പെന്നും പെൻസിലും വാങ്ങി. ഹൗ മച്ച് ഷുഡ് രൂപേഷ് പേ? അപ്പോൾ രൂപേഷ് എത്രയാണ് പേ ചെയ്യേണ്ടത്? പേനയ്ക്ക് എത്രയാണ്? 10 റുപ്പീസാണ്, പെൻസിലിന് 5 ആണ്. അപ്പോൾ 10 + 5 എത്രയാ? 15. അപ്പോൾ താഴെ ചോദിച്ചത് നോക്കിക്കേ. പ്രൈസ് ഓഫ് എ പെൻസിൽ. ഒരു പെൻസിലിൻ്റെ പ്രൈസ് എത്രയാണ്? 5 ആണ്. പിന്നെ പ്രൈസ് ഓഫ് എ പെന്നിൻ്റെ പ്രൈസ് 10 ആണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ പ്രൈസ് ഫോർ എ പെൻസിൽ ആൻഡ് എ പെന്ന്. അപ്പോൾ ഒരു പെന്നിനും ഒരു പെൻസിലിനും കൂടെ എത്ര രൂപയാവും? 10 + 5 15. ഇനി ടോട്ടൽ പ്രൈസ് ഫോർ 2 പെൻസിൽസ് ആൻഡ് എ പെന്ന്. 2 പെൻസിലിനും ഒരു പേനയ്ക്കും കൂടെ എത്രയാവും? 2 പെൻസിലിന് 5 + 5 പിന്നെ +10 അല്ലേ ഒരു പെന്നിന്. അപ്പോൾ എത്രയായി? 20. ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ്? എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിയത്? 15 ആണ് ഒരു പെന്നിനും ഒരു പെൻസിലിനും. അപ്പോൾ ഒരു പെൻസിലും കൂടെ വേണം. അപ്പോൾ ഒരു 5ഉം കൂടെ കൂട്ടിയാൽ പോരെ? 15 + 5 അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ 20. അടുത്തത് കോയിൻസ് ടു നോട്ട്സ്. കോയിൻസും നോട്ടുകളും തമ്മിൽ യോജിപ്പിക്കാനാണ്. ഫൈൻഡ് നോട്ട്സ് ഈക്വൽ ടു ഈച്ച് സെറ്റ് ഓഫ് കോയിൻസ് ആൻഡ് ജോയിൻ ദം. ഓരോ കൂട്ടം നാണയങ്ങൾക്കും തുല്യമായ നോട്ടുകൾ ഏതാണെന്ന് നോക്കിയിട്ട് വരയ്ക്കുക. ഒന്നാമത്തേതിൽ എത്ര രൂപയാണ്? 1 ഉണ്ട്, 2 ഉം 2 ഉം 5. ഇപ്പോൾ വരച്ചിട്ടുണ്ട്.
രണ്ടാമത്തത് ഏതാണ്? 4, 5 ആണല്ലേ ഉള്ളത്. അപ്പോൾ 4, 5 എത്രയാണ്? ഏതാണ്? 20ലേക്കാണ് അല്ലേ. പിന്നെയോ 10ൻ്റെ 5 കോയിൻസ് ഉണ്ട്, അപ്പോൾ 50 ആണ്. പിന്നെ 1ൻ്റെ 3 കോയിൻസും 2ൻ്റെ 1 കോയിനും പിന്നെ 5ൻ്റെ 1 കോയിനും, അപ്പോൾ എത്രയായി? 10 ആണ്. അപ്പോൾ അതുപോലെ വരച്ചു കൊടുക്കുക. ആഡിങ് കോയിൻസ്, നാണയങ്ങൾ കൂട്ടാം. മേരി ഹാസ് 10 റുപ്പീസ്. വിച്ച് ആർ ദ കോയിൻസ് നീഡഡ് ടു മേക്ക് ഇറ്റ് 15 റുപ്പീസ്. മേരിയുടെ കയ്യിൽ 10 റുപ്പീസ് ആണ് ഉള്ളത്. അപ്പോൾ അത് 15 റുപ്പീസ് ആക്കണമെങ്കിൽ ഏതൊക്കെ കോയിൻസ് കൂട്ടണം? അപ്പോൾ 10 റുപ്പീസിലേക്ക് 15 റുപ്പീസ് ആവാൻ വേണ്ടിയിട്ട് 5 റുപ്പീസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1ൻ്റെ 3 കോയിനും എടുക്കുക, പിന്നെ 2ൻ്റെ 1 കോയിനും എടുക്കുക. പിന്നെ ഏത് രീതിയിൽ ചെയ്യാം? 2ൻ്റെ 2 കോയിനും അതുപോലെ തന്നെ 1ൻ്റെ 1 കോയിനും, മൂന്നാമതായിട്ട് 5ൻ്റെ 1 കോയിനും എടുക്കാം. അപ്പോൾ എങ്ങനെ നോക്കിയാലും 5 റുപ്പീസാണ് ഉണ്ടാവുക. അപ്പോൾ 10 + 5 15 ആണ് അല്ലേ. വിച്ച് ഓൾ കോയിൻസ് വിൽ മേക്ക് ഇറ്റ് 20 റുപ്പീസ്. അപ്പം നമ്മൾ 20 റുപ്പീസ് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഏതൊക്കെ കോയിൻസ് കൂട്ടിയാലാണ് 20 റുപ്പീസ് ആവുക? നിങ്ങൾ ക്യാൻ യു ഫൈൻഡ് ഡിഫറെൻറ്റ് വേസ്, പല രീതിയിൽ മക്കൾ എഴുതുക. ഏതൊക്കെ കൂട്ടാം? എങ്ങനെ കൂട്ടിയാലും 20 കിട്ടുന്ന രീതിയിൽ 10 + 10, അതുപോലെ തന്നെ 10 + 5 + 5, പിന്നെ 2 5 ടൈംസ് ഉണ്ട്, അതിനോട് 10 കൂട്ടി, പിന്നെ 5 + 5 + 5 + 2 + 2 + 1. അങ്ങനെ മക്കൾക്ക് ഏതൊക്കെ രീതിയിൽ 20 കിട്ടുമോ ആ രീതിയിലൊക്കെ എഴുതുക. നിങ്ങൾ ആ ബോക്സിൽ വേണം കേട്ടോ എഴുതാൻ. അടുത്തത് എന്താ മക്കളെ? ഹൗ മെനി കോയിൻസ്, എത്ര കോയിൻസ് ആണ് എന്ന്. വളയ്ക്ക് എത്ര രൂപയാണ്? ബാങ്കിളിന് 10 റുപ്പീസാണ്, ഹോണിന് 6 റുപ്പീസാണ്, അതുപോലെ തന്നെ ചെയിനിന് എത്രയാണ്? 7 റുപ്പീസാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് കുട്ടി എന്താ പറയുന്നത്? ഐ ക്യാൻ ബൈ എ ബാങ്കിൾ വിത്ത് 2 കോയിൻസ് ഐ ഹാവ്. എൻ്റെ കയ്യിൽ വള വാങ്ങാൻ വേണ്ടിയിട്ട് 2 കോയിൻസ് ഉണ്ട് എന്ന്. അപ്പോൾ ഏതൊക്കെ കോയിൻസ് ആയിരിക്കും ആ കുട്ടിയുടെ കയ്യിലുണ്ടാവുക? ആകെ 2 കോയിനാണ് ഉള്ളത്. അപ്പോൾ ഏതായിരിക്കും? 5ൻ്റെ 2 കോയിൻ ആയിരിക്കും അല്ലേ. പിന്നെ ടു ബൈ എ ഹോൺ ഐ മസ്റ്റ് ഗിവ് 3 കോയിൻസ് ഐ ഹാവ്. അപ്പോൾ മറ്റേ കുട്ടി എന്താ പറയുന്നത്? ഹോണ് വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ 3 കോയിൻസ് ഉണ്ട് അല്ലേ, 3 കോയിൻസ് ഉണ്ട്. അപ്പോൾ ഏത് കോയിനായിരിക്കും അവൻ്റെ കയ്യിൽ ഉണ്ടാവുക? 2 ആയിരിക്കും. 3 2 അല്ലേ 6. അടുത്ത ആളെന്താ പറയുന്നത്? ഐ ഹാവ് 2 കോയിൻസ് ഐ ക്യാൻ ബൈ എ ചെയിൻ വിത്ത് ദീസ്. അപ്പോൾ എൻ്റെ കയ്യിൽ 2 കോയിൻസ് ഉണ്ട് ചെയിൻ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏതൊക്കെ കോയിൻസ് ആയിരിക്കും? അപ്പോൾ അവിടെ 2 എണ്ണം വേണം. ഏതൊക്കെ ആയിരിക്കും? 5ഉം 2 ആയിരിക്കും അല്ലേ. 7 റുപ്പീസ് അല്ലേ ചെയിന്. അടുത്തത് എന്താ മക്കളെ? മൈ പിഗി ബാങ്ക്, കുടുക്കയാണ് കേട്ടോ. ചിൽഡ്രൻ ആർ കൗണ്ടിങ് ദ മണി കളക്റ്റഡ് ഇൻ ദ പിഗി ബാങ്ക് ഓഫ് ദെയർ ക്ലാസ്. ജിത്തു സോർട്ടഡ് ദ കോയിൻസ്. ക്ലാസ് മുറിയിലുള്ള സ്നേഹക്കുടുക്ക തുറന്ന് ജിത്തു നാണയങ്ങൾ തരംതിരിച്ചു. ലെറ്റസ് സോർട്ട് ആൻഡ് കൗണ്ട് ദ കോയിൻസ്. നാണയങ്ങൾ തരംതിരിച്ച് എണ്ണിയാലോ എന്നൊരു കുട്ടി ചോദിക്കുകയാണ്. ഹൗ മച്ച് ഡു യു തിങ്ക് വി ഹാവ്? എത്ര ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നതെന്ന് അടുത്ത ആൾ ചോദിക്കുക. അപ്പോൾ 100 റുപ്പീസ് പെർഹാപ്സ്. അപ്പോൾ 100 റുപ്പീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ, ഹൗ മച്ച് ആക്ച്വലി എത്രയാണ് കറക്റ്റ് ഉള്ളതെന്ന്. 1 റുപ്പി കോയിൻസ് എത്ര എണ്ണം ഉണ്ട്? എത്ര നമ്പർ ഉണ്ട്? 8 ഉണ്ട്. അപ്പോൾ എത്രയായി? 1 റുപ്പി അല്ലേ, അപ്പോൾ 8 റുപ്പീസ്. 2 റുപ്പീസ് കോയിന് എത്ര ഉണ്ട്? 10 ഉണ്ട്. അപ്പോൾ 2ൻ്റെ 10 എണ്ണം ഉണ്ടെങ്കിൽ എത്രയാവും? 2 10 എത്രയാ? 20. പിന്നെ 5 റുപ്പി കോയിൻസ് എത്ര എണ്ണം ഉണ്ട്? 4 ഉണ്ട്. അപ്പോൾ 5ൻ്റെ 4 ആവുമ്പോൾ എത്രയാണ്? 20. 10 റുപ്പി കോയിൻസോ 5 ഉണ്ട്. അപ്പോൾ 10 5 എത്രയാണ്? 50. അപ്പം ആകെ എത്രയുണ്ട്? അപ്പോൾ ആകെ 98 ആണല്ലേ ഉള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്? ദേ സോർട്ടഡ് കോയിൻസ് ഇൻ ടു സെറ്റ്സ് ഓഫ് 10 റുപ്പീസ്. അവരപ്പോൾ 10 റുപ്പീസിൻ്റെ സെറ്റ് ആക്കുകയാണ്. റിമൈനിങ് ഇൻ എ സിംഗിൾ സെറ്റ്. ബാക്കിയുള്ളവ ഒരു സെറ്റായിട്ടുമാണ് വെക്കുന്നത്. അപ്പോൾ ഈ കുട്ടി പറയാണ്, ഐ വിൽ ഗിവ് യു 2 10 റുപ്പി നോട്ട്സ് ആൻഡ് 4 5 റുപ്പി നോട്ട്സ്. ഇവിടെ നമുക്ക് 4 5 റുപ്പി കോയിൻസ് ഉണ്ട് അല്ലേ. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഈ കുട്ടി 2 10 റുപ്പീസ് ആക്കിയിട്ട് തരാമെന്ന്. അപ്പോൾ അതും 10ൻ്റെ കൂട്ടത്തിലേക്ക് പെടുത്താലോ.
അപ്പോൾ 5 4 എന്നുള്ളത് നമുക്ക് എന്താക്കാം 2 10 ആക്കിയില്ലേ. അപ്പോൾ അവിടെ ഒരു 2 കിട്ടും. പിന്നെയോ പിന്നെ 10 റുപ്പീസ് 5 എണ്ണാണുള്ളത്. അപ്പോൾ 2ഉം 5ഉം എത്ര 7 സെറ്റ് കിട്ടും അല്ലേ. ഹൗ മച്ച് അപ്പോൾ എത്രയാണ് 70. ഹൗ മച്ച് ലെഫ്റ്റ് ഇനി എത്രയാ ബാക്കിയുള്ളത് 1 റുപ്പി കോയിൻസിൻ്റെ 8 ഉണ്ട്, 2 റുപ്പി കോയിൻസിൻ്റെ 10 ഉണ്ട്. അപ്പോൾ എത്രയായി 28 ബാലൻസ് ഉണ്ട് അല്ലേ. ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഏത് രീതിയിലും എഴുതാം. 98ൽ നിന്നും 70 കുറച്ചാൽ അല്ലേ മൈനസ് ചെയ്താൽ കിട്ടുമല്ലോ 28. അപ്പോൾ മക്കളെ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ കേട്ടോ. മക്കൾക്ക് കോയിൻസ് ഏതാണ് നോട്ട്സ് ഏതാണ് ഓരോ കോയിൻസും കൂട്ടിയാൽ എത്രയാണെന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഠിക്കുന്നതിനേക്കാട്ടിൽ നല്ലത് എന്താണ് വീട്ടിൽ കുറച്ച് കോയിൻസും നോട്ട്സൊക്കെ വെച്ചിട്ട് കൂട്ടി നോക്കുകയും വലിപ്പം വെച്ച് നോക്കുകയും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.